ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവമക്കൾ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ തിരുവചനത്തിന് കീഴിലായിരിക്കാൻ ഇതുപോലുള്ളതായൊരവസരം ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം വാക്യമായിട്ട് നാം ചിന്തിച്ച് പോരുകയാണ്. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് അതിൻ്റെ 18 മുതൽ കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 18 മുതൽ 23 വരെയുള്ളതായ വാക്യങ്ങൾ. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. അവനിൽ സർവസമ്പൂർണതയും വസിക്കുവാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ആകാശത്തിന് കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. ഈ വേദഭാഗത്ത് നാം കാണുന്നത്, വേണമെങ്കിൽ നമുക്കൊരു ടൈറ്റിൽ കൊടുക്കാം, ക്രിസ്തു സഭയ്ക്ക് ആരാണ് എന്നുള്ളതാണ്. മുകളിൽ വായിച്ചതായ വാക്യത്തിൽ നാം ചിന്തിച്ചു, ക്രിസ്തു ലോകത്തിനാര്. 18 മുതലുള്ളതായ വാക്യങ്ങളിൽ അപ്പോസ്തലൻ പറയുകയാണ്, ഈ ക്രിസ്തു സഭയ്ക്ക് ആരാണ് എന്ന് പറയുന്നു. 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, അതിൻ്റെ 18-ാമത്തെ വാക്യം, അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു. ക്രിസ്തു സഭയുടെ തലയാണ്. ഒന്നാമത്തെ കാര്യം. വേണമെങ്കിൽ ഒരു ഹെഡിങ് നമുക്ക് എഴുതാം, ക്രിസ്തു സഭയ്ക്ക് ആര്. ക്രിസ്തു സഭയ്ക്ക് ആര്. ഒന്ന്, തലയാണ്, ഹെഡ്. 18-ാം വാക്യം, അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയും ആകുന്നു. സഭ ക്രിസ്തുവിൻ്റെ ശരീരം, ക്രിസ്തു ശരീരമാകുന്ന സഭയുടെ തലയാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ
സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ തലയാക്കി ക്രിസ്തുവിനെ അവൻ്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. 4-ാം അധ്യായം, എഫേസ്യർ തന്നെ 4-ാം അധ്യായം 15-ാമത്തെ വാക്യം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാൻ ഇടയാകും. ക്രിസ്തു സഭയുടെ തലയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. റോമർ 12:5. അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. എല്ലാവരും തമ്മിൽ അവയവങ്ങളും ക്രിസ്തു സഭയുടെ തലയുമാകുന്നു. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 12-ാം വാക്യം. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു. അപ്പോൾ സഭ ക്രിസ്തുവിൻ്റെ ശരീരവും ക്രിസ്തു സഭയുടെ തലയുമാകുന്നു എന്ന് അപ്പോസ്തലരുടെ ലേഖനങ്ങളിൽ എല്ലാം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, ശിരസ് എന്ന് പറയുന്നത് ജീവൻ്റെ കേന്ദ്രമാണ്, നിയന്ത്രണ കേന്ദ്രമാണ്. ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്, ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് തലയാണ്, നിയന്ത്രണ കേന്ദ്രമാണ്. അവയവങ്ങളുടെ എല്ലാം ഐക്യത്തിൻ്റെ കേന്ദ്രമാണ് തല. നമുക്കറിയാം, അവയവങ്ങൾ ചലിക്കുന്നത് സഭയുടെ നിയന്ത്രണത്തിൽ, ഈ തലയുടെ നിയന്ത്രണത്തിലാണ്. തലയാണ് നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇടത്തെ കയ്യിൽ ഒരു ചൊറിച്ചിലുണ്ടാകുന്നു, ഒരു ചൊറിയുന്നു. അപ്പം മാന്തണം, ആ കൈ ഒന്ന് ചൊറിയണം. അപ്പോൾ വലത്തെ കൈയെ ആ ചൊറിയുന്ന ഭാഗത്ത് ചൊറിയാൻ തക്കവണ്ണം ചലിപ്പിക്കുന്നത് എന്താണ്? അതുപോലെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരല്പം വേദന വന്നാൽ ആ വേദനയിൽ തലോടുവാൻ, അങ്ങനെയെല്ലാം എല്ലാ ചലനങ്ങളും മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിനാണ്, തലയാണ്. എന്ന് പറഞ്ഞാൽ സഭയുടെ മുഴുവൻ നിയന്ത്രണവും ആരുടെ കയ്യിലാണ്? ക്രിസ്തുവിൻ്റെ കയ്യിലാണ്. തലയായ ക്രിസ്തുവാണ് സഭയെ മുഴുവനും നിയന്ത്രിക്കുന്നത്. ഓരോ കാര്യങ്ങളും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും ക്രിസ്തുവാണ്. ക്രിസ്തു നിയന്ത്രിക്കുന്നു. ഓരോ ശുശ്രൂഷകളും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എല്ലാ നിയന്ത്രണങ്ങളും ക്രിസ്തുവാണ്. അപ്പോൾ സഭയാകുന്ന ശരീരത്തിൻ്റെ തലയാണ്. നമ്മൾ പുതിയ നിയമം പഠിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിന് 3 വിധ ശരീരങ്ങളുണ്ട്. പുതിയ നിയമം നാം പഠിക്കുമ്പോൾ കർത്താവിന് 3 വിധ ശരീരങ്ങളുണ്ട്. ഒന്ന് ആളത്ത ശരീരമാണ്, ക്രിസ്തുവിൻ്റെ ആളത്ത ശരീരം. ബേത്ലഹേം മുതൽ കാൽവറി വരെയുള്ള ശരീരമാണത്. ബേത്ലഹേമിൽ ക്രിസ്തു ഒരു മനുഷ്യ ശിശുവായി ജനിക്കുന്നത് മുതൽ, യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ശരീരം ക്രിസ്തുവിൻ്റെ ആളത്ത ശരീരമാണ്, മനുഷ്യ ശരീരം, ഹ്യൂമൻ ബോഡി. എബ്രായ ലേഖനം 10-ാം അധ്യായം
5-ാം വാക്യവും 40-ാം സങ്കീർത്തനം 6-ാം വാക്യവും നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാകവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. സർവാംഗ ഹോമങ്ങളിലും പാപയാഗങ്ങളിൽ നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. ആ വേദഭാഗം 4-ാം സങ്കീർത്തനത്തിൽ നിന്നെടുത്ത് ഉദ്ധരിച്ചിരിക്കുന്ന ഉദ്ധരണിയാണ്. നമ്മൾ ഈ പുതിയ നിയമം വായിക്കുമ്പോൾ ചില വാക്യങ്ങൾ ഇൻവേർട്ടഡ് കോമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതെല്ലാം പഴയ നിയമത്തിൽ നിന്നുള്ളതായ ഉദ്ധരണികളാണ്. ഉദ്ധരണികൾ അപ്പോസ്തലൻ 40-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ നിന്നെടുത്ത് ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ഉദ്ധരണിയാണ് നമ്മുടെ കാണുന്നത്. നമുക്ക് 40-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. കർത്താവ് മനുഷ്യ ശരീരത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചു. ഒന്നാമത്തേത് ആളത്ത ശരീരമാണ്. ബേത്ലഹേം മുതൽ കാൽവറി വരെയുള്ള കർത്താവിനെ നാം കാണുമ്പോൾ മനുഷ്യ ശരീരത്തിൽ ആളത്ത ശരീരത്തിലായിരിക്കുന്ന യേശുവിനെ നാം കാണുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ ശരീരം അത് അടയാള ശരീരമാണ്. സൈൻ ബോഡി, അടയാള ശരീരം. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന് 24-ാമത്തെ വാക്യം. അടയാള ശരീരം. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവൻ അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി. എന്നിട്ട് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം, അടയാള ശരീരം, വിശുദ്ധ കുർബാനയപ്പം, കർത്താവിൻ്റെ തിരുശരീരം. ചിന്തിച്ചൊന്ന് കർത്താവിനെ കുറിച്ച് പഠിക്കുമ്പോൾ, കർത്താവിൻ്റെ ശരീരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, ഈ ശരീരത്തിൻ്റെ തലയാണ് ക്രിസ്തു. ക്രിസ്തുവിൻ്റെ ശരീരത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ 3 വിധ ശരീരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, കർത്താവിൻ്റെ ആളത്ത ശരീരം, മനുഷ്യ ശരീരം. ബേത്ലഹേം മുതൽ കാൽവറി വരെ, ജനനം മുതൽ മരണം വരെയുള്ള ആ ശരീരം ആളത്ത ശരീരം. രണ്ടാമത്തെ ശരീരം അടയാള ശരീരമാണ്. അതാണ് വിശുദ്ധ കുർബാനയായി കർത്തൃമേശയിൽ നാം ഭക്ഷിക്കുന്നതായ അവൻ്റെ ശരീരം. അത് അടയാള ശരീരമാണ്. വിശ്വാസത്താൽ നാം അതിനെ ക്രിസ്തുവിൻ്റെ ശരീരമായി കണ്ടുകൊണ്ട് അനുഭവിക്കുന്നു. അതിൽ സഭകൾ പലതരത്തിലുള്ളതായ വിശ്വാസമുണ്ട്. നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയും. പരിവർത്തന, ട്രാൻസബ്സ്റ്റാൻസിയേഷൻ. വിശ്വാസത്താൽ യേശുവിൻ്റെ ശരീരമായി നാം അതിനെ അനുഭവിക്കുന്നു. അതാണ് സഭയുടെ വിശ്വാസം. വിശ്വാസത്താൽ
അത് യേശുവിൻ്റെ ശരീരമായി കണ്ടുകൊണ്ട്. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? കണ്ണുകൊണ്ട് കാണുന്നതല്ല വിശ്വാസം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാവുന്നു. നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ അത് വെറും അപ്പമാണ്. എന്നാൽ വിശ്വാസത്താൽ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശരീരം എന്ന് വിശ്വസിച്ചുകൊണ്ട് നാം അത് അനുഭവിക്കുന്നു. അതാണ് ഉപദേശം. വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും കണ്ണുകൊണ്ട് കാണുന്നതല്ല, കണ്ണിലാൽ കണ്ടതല്ല. അപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ കണ്ണുകൊണ്ട് അങ്ങനെയായി കാണുന്നു എന്ന് പറയുന്നത് ഭോഷ്കാണ്. ഇല്ലേ, നമ്മൾ ഈ നാടുകളിലൊക്കെ മീഡിയകളിലൊക്കെ കാണുന്നുണ്ട്. അവിടെ അത് ഇല്ലേ, കുർബാന അപ്പം യേശുവിൻ്റെ ശരീരമായി മാറി അത് കണ്ണുകൊണ്ട് കണ്ടു. അത് തീർച്ചയായിട്ടും യേശുവിൻ്റെ ശരീരമായി മാറിയത് തന്നെ നമ്മൾ അനുഭവിക്കുന്ന കുർബാന. അത് വിശ്വാസത്താലാണ്. അവിടെ കണ്ണുകൊണ്ട് അങ്ങനെയായി മാറി കാണുന്നു എന്ന് പറഞ്ഞാൽ അത് ഭോഷ്കാണ്. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, അവൻ ഭോഷ്കിൻ്റെ വ്യാപാര ശക്തി അയച്ച് പലതും അന്ത്യകാലങ്ങളിൽ സംഭവിക്കുമെന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അത്ഭുതം കണ്ടാൽ, അങ്ങനെ ഒരു അത്ഭുതം നടന്നതായി കേട്ടാൽ നാം മനസ്സിലാക്കണം, അത് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയാൽ നടക്കുന്നതാണ്, ഭോഷ്കാണ്. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ നടക്കുമെന്നും അവിടേക്ക് ഓടരുത് എന്നും കർത്താവ് തന്നെ മുൻപ് കൂട്ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 2 തെസ്സലോനിക്ക ലേഖനം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 9 മുതലുള്ളതായ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9 മുതലുള്ളതായ വാക്യങ്ങൾ. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവൻ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൊള്ളായികയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. അപ്പോൾ ഈ വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയച്ച് അത്ഭുതങ്ങളുടെ അടയാളം നടക്കും. കാരണം അത് രക്ഷപ്പെടാനല്ല, സത്യത്തെ സ്നേഹിക്കായകയാൽ അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തി അയക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം അന്ത്യകാല ലക്ഷണങ്ങളായി കർത്താവ് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മളായിരിക്കുന്നതായ കാലയളവിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പുറകെ ഒന്ന് ഓടി നടക്കരുത്, അങ്ങോട്ട് പോകരുത് എന്നൊക്കെ, ഇങ്ങോട്ട് ഓടരുത് അങ്ങോട്ട് ഓടരുത് എന്നെല്ലാം കർത്താവ് മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതായ കാര്യമാണ്. മത്തായി 24-ാം അധ്യായം 23 മുതൽ 26 വരെ. അന്ന് ആരാനും നിങ്ങളോട് ഇതാ ക്രിസ്തു ഇവിടെ അല്ല അവിടെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വൃതന്മാരെയും തെറ്റിപ്പാനായി വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. ഓർത്തുകൊള്ളുവിൻ, ഞാൻ മുമ്പ് കൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങളോട് അതാ അവൻ മരുഭൂമിയിൽ എന്ന് പറഞ്ഞാൽ പുറപ്പെടരുത്, ഇതാ അറകളിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കരുത്. അന്ത്യനാളുകളിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം നടക്കും. അവിടെ അങ്ങനെ സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ സംഭവിച്ചു എന്നെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുത്,
കർത്താവിൻ്റെ വരവ് അടുത്തു എന്നറിഞ്ഞ് വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അതാണ് കർത്താവ് പറയുന്നത്. ഞാനിതെല്ലാം നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞു തന്നതായ കാര്യം നിങ്ങളൊന്ന് ഓർത്തുകൊള്ളണം. ഞാൻ ഇപ്പോഴത്തെ ഈ പശ്ചാത്തലം വെച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ അല്പം ഒന്ന് വിശദീകരിച്ചു എന്ന് മാത്രം. വിശുദ്ധ കുർബാനയായി നാം അനുഭവിക്കുന്നത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളാണ്. അതിനകത്ത് പ്രത്യേകിച്ച് വേറെ അടയാളവും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ നമ്മെ ചേർക്കുവാൻ മടങ്ങി വരും. അതെപ്പോഴും നമ്മൾ ഓർക്കണം. എൻ്റെ യേശുവിൻ്റെ ശരീരം എനിക്ക് വേണ്ടി മുറിക്കപ്പെട്ടു. അവൻ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ആരാധിക്കാൻ യോഗ്യതയുള്ളവനായി മാറിയത്. അതുകൊണ്ടാണ് എൻ്റെ അപ്പ എന്ന് വിളിക്കാനുള്ള പദവി എനിക്ക് കിട്ടിയത്. ഞാൻ വരുന്നത് വരെ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇപ്രകാരം ചെയ്യുവനെന്ന് കർത്താവ് കൽപ്പിച്ചാക്കിയ ഒന്നാണത്. അതുകൊണ്ട് കർത്തൃമേശയിൽ നാം പങ്കാളികളാകണം. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ നാം അനുഭവിക്കുന്നവരായി മാറണം. അതെല്ലാം വിശ്വാസത്താലാണ്. അവിടെ പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നും കാണേണ്ട ആവശ്യമില്ല വിശ്വാസികൾക്ക്. അങ്ങനെ അടയാളങ്ങളെക്കുറിച്ച് പറയുന്നെങ്കിൽ അങ്ങനെ അവിടെ കുർബാന അപ്പം യേശുവിൻ്റെ ശരീരമായി എന്ന്, അതങ്ങനെ മാംസമായി മാറിയെന്ന് കണ്ടു എന്നൊക്കെ കാണുന്ന അത്ഭുതങ്ങൾ നടക്കുന്നു എങ്കിൽ അത് ഫോഷ്കാണ്. നാം ആരും അതിൻ്റെ പുറകെ പോകരുത്. വാസ്തവത്തിൽ നാം യേശുവിനെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാം ആഹാരം കഴിക്കുമ്പോൾ നാം കഴിക്കുന്നതായ ആഹാരം അത് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അതിൻ്റെ ആ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് പോലെ അതിൻ്റെ ആ ശക്തി, അതിൻ്റെ ആ സ്വഭാവം നമ്മുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഘടനകളിലേക്കും മുഴുവനും അത് ശരീരത്തിൻ്റെ വളർച്ചയ്ക്കുമല്ല, അത് ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നത് പോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് ഇതെല്ലാം കർത്താവ് കൽപ്പിച്ചാക്കിയത്. യേശുവിൻ്റെ സ്വഭാവം നമ്മുടെ എല്ലാ രംഗങ്ങളിലും ഉണ്ടാകണം. നാം യേശുമയമായി തീരണം. നാം കഴിക്കുന്നതായ ഭക്ഷണം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ ഭാഗമായി നാം മാറണം. അടയാള ശരീരം വിശുദ്ധ കുർബാനയപ്പം, രണ്ടാമത് സൈൻ ബോഡി, മൂന്നാമത്തത് മാർമിക ശരീരമാണ്. മാർമിക ശരീരം, മിസ്റ്ററിയസ് ബോഡി, മാർമിക ശരീരം, അതാണ് സഭയാം ശരീരം. അപ്പോൾ ക്രിസ്തുവിന് പുതിയ നിയമം പഠിക്കുമ്പോൾ കർത്താവിന് 3 വിധ ശരീരങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്ന് ആളത്ത ശരീരം. എപ്പോഴെപ്പോലെയാണ് ആളത്ത ശരീരം? ഹ്യൂമൻ ബോഡി എപ്പോഴെപ്പോലെയാണ്? ബേത്ലഹേം മുതൽ കാൽവറി വരെ ആളത്ത ശരീരം. 2 അടയാള ശരീരം. ഏതാണത്? വിശുദ്ധ കുർബാന അപ്പം, ആളത്ത ശരീരം, അടയാള ശരീരം. 3 മാർമിക ശരീരം. അതെന്താണ്? സഭ. ദൈവസഭയാം ശരീരമാണ് മാർമിക ശരീരം. തല ശിരസിനെ നിയന്ത്രിക്കുന്നത് പോലെ നാം പൂർണ്ണമായും ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിലാകണം. അതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നതായ ഉപദേശം. അപ്പോൾ ക്രിസ്തു സഭയ്ക്ക് ആരാണ്? സഭയാകുന്ന ശരീരത്തിൻ്റെ തലയാണ് ക്രിസ്തു.
അപ്പോൾ സഭ മുഴുവനും നിയന്ത്രിക്കപ്പെടുന്നത് ക്രിസ്തുവിനാലായിരിക്കണം. ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന സഭ മാത്രമേ തിരുസഭയായിരിക്കുകയുള്ളൂ. അത് മനുഷ്യനാൽ നിയന്ത്രിക്കപ്പെടാൻ തുടങ്ങിയാൽ ഒരിക്കലും അത് ക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുകയില്ല. ഞാനും നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരമാവുന്ന സഭയുടെ അവയവങ്ങളായിരിക്കണം. ഒന്നാമത്തെ കാര്യം. വീണ്ടും രണ്ടാമത്തെ കാര്യം, അതിൻ്റെ 18ാമത്തെ വാക്യം തന്നെ കൊലോസ്യർ 1:18 അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവൻ. സഭയോടുള്ളതായ ബന്ധത്തിൽ കർത്താവ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനാണ്. ദൈവത്തിന് സ്തോത്രം. ഫസ്റ്റ് ബോൺ ഫ്രം എമംഗ് ദ ഡെഡ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവൻ. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായം 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച് കേൾക്കാം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് വേർതിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണമുണ്ടാകുകയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ. ഇവിടെ അപ്പോസ്തലൻ മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ച് വിശ്വാസികൾക്ക് അറിവ് കൊടുക്കുകയാണ്. എന്തെല്ലാമാണ് നടക്കുന്നത് എന്നുള്ളതായ കാര്യത്തെക്കുറിച്ച്, പുനരുത്ഥാനത്തെക്കുറിച്ചുള്ളതായ ഉപദേശം വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുകയാണ്. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ആദാമിൽ എല്ലാവരും മരിക്കുന്ന പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ഓരോരുത്തരും താൻ താൻ്റെ നിരയിലത്രേ. എന്ന് വെച്ചാൽ ഒരു നിരയുണ്ട്. അതിൽ ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. ഇത് നമുക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ അന്നത്തെ യഹൂദന്മാരുടെ രീതികളും അവരുടെ കൃഷി വിളവെടുപ്പ് കാര്യങ്ങളും ദൈവം അവർക്ക് നൽകിയിരുന്നതായ ആചാര അനുഷ്ഠാനങ്ങളുമെല്ലാം, കാരണം അപ്പോസ്തലൻ ആലോചന കൊടുക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ്. ആ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് ഇതിൻ്റെ അർത്ഥം. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റമെന്ന് പറയുമ്പോൾ സഭയുമായി എന്താണ് അതിനുള്ളതായി ബന്ധം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പുതിയ നിയമത്തിൽ പല ഭാഗങ്ങളിൽ നാം അത് കാണുന്നുണ്ട്. ആദ്യ ഫലം എന്ന് പറയുമ്പോൾ ഈ ഇസ്രായേൽ ജനം അവർ കൃഷി ചെയ്യുമ്പോൾ, അവരുടെ വിളവെടുപ്പിൻ്റെ കാലമാകുമ്പോൾ, ഗോതമ്പും യവവും എല്ലാമാണല്ലോ അവർ കൃഷി ചെയ്യുന്നത്. ആ ഗോതമ്പ് പാടങ്ങൾ വിളഞ്ഞ് കൊയ്ത്താകാറാകുമ്പോൾ, വിളവെല്ലാം പാകമായി കഴിയുമ്പോൾ അവർ ആദ്യത്തെ ഒരു കറ്റ കൊയ്ത് കെട്ടും. ആദ്യത്തെ കറ്റ കൊയ്ത് കെട്ടി ദൈവാലയത്തിൽ കൊണ്ടു ചെല്ലും. ദൈവാലയത്തിൽ കൊണ്ടു ചെന്ന് ആ കറ്റ പുരോഹിതനെടുത്ത് നീരാജനം ചെയ്യും. നീരാജനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉയർത്തി അത് ഘോഷിക്കും. അങ്ങനെ ആ ആചാരം
ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഒരു പെരുന്നാൾ തന്നെ, അവരുടെ ഒരു പെരുന്നാൾ തന്നെ ആദരിക്കാൻ ദൈവം അവരെ കൽപ്പിച്ചാക്കിയിരുന്നു. ആ പെരുന്നാളിൻ്റെ പേര് ആദ്യഫലക്കറ്റയുടെ പെരുന്നാളെന്നാണ്. ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. ഈ ഇസ്രായേലിൻ്റെ പെരുന്നാളുകൾ പഠിക്കാൻ നോക്കിയാൽ നല്ല ഒരു വിഷയമാണ്. ബൈബിൾ മുഴുവൻ അതിലുണ്ട്. യഹൂദന്മാരുടെ പെരുന്നാൾ, യഹോവയുടെ ഉത്സവങ്ങൾ എന്നാണ് പറയുന്നത്. യഹോവയുടെ ഉത്സവങ്ങൾ അത് ഇസ്രായേലിൻ്റെ പെരുന്നാളുകളാണ്. യഹോവയുടെ ഉത്സവങ്ങൾ, ഇസ്രായേലിൻ്റെ പെരുന്നാളുകൾ. എത്ര പെരുന്നാളുകൾ ഉണ്ടായിരുന്നു ആർക്കെങ്കിലും അറിയാമോ? എത്ര പെരുന്നാളുകളുണ്ട്? പ്രധാനപ്പെട്ട പെരുന്നാളുകൾ എത്രയെണ്ണം ഉണ്ടായിരുന്നു? ആ 7 പെരുന്നാളുകളും ഒന്ന് ഓർഡറിൽ, അതിൻ്റെ ഓർഡറിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, പഠിക്കാൻ കഴിയും. ബൈബിൾ ചരിത്രം മുഴുവനുണ്ട്. നിത്യത മുതൽ, അതായത് നമ്മുടെ ജീവിതം മുഴുവൻ, ഇനി മുന്നോട്ട് വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിനകത്ത്. ഞാൻ ആദ്യമായിട്ട് പഠിച്ചൊരു വിഷയമാണ് യഹോവയുടെ ഉത്സവങ്ങൾ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാനസാന്തരപ്പെട്ട് വചനത്തോടെല്ലാം താല്പര്യം കിട്ടിയതായ ആദ്യ സമയത്ത് എന്ന് പറഞ്ഞാൽ, ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിക്കാൻ പോകുന്നതിന് മുൻപ് 92, 93 ഇങ്ങനെ 2 വർഷമാണ് ഞാൻ ബൈബിൾ സ്കൂളിൽ പഠിച്ചത്. അതിന് മുൻപ് എൻ്റെ വീടിനടുത്ത് കണ്ണിക്കാട്ടിലെ KV കുര്യാക്കോസ് വല്യപ്പൻ, ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ വല്യപ്പൻ്റെ വീട്ടിൽ ചെല്ലും. ഞാൻ വല്യപ്പന് തന്നെ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ വല്യപ്പൻ എനിക്ക് തന്നെ, ഞാനൊരു നോട്ട്ബുക്കുമായിട്ടാണ് ചെല്ലുന്നത്. വല്യപ്പൻ്റെ നോട്ട്സിൽ നിന്ന് എനിക്ക് നോട്ട് പറഞ്ഞു തരും. ഞാനത് എൻ്റെ ബുക്കിലേക്ക് എഴുതും. വല്യപ്പൻ അത് വിശദീകരിച്ച് തരും. അങ്ങനെ ഞാൻ ആദ്യമായി നോട്ട് എഴുതിയെടുത്ത് പഠിച്ച വിഷയമാണ് യഹോവയുടെ ഉത്സവങ്ങൾ അഥവാ ഇസ്രായേലിൻ്റെ പെരുന്നാളുകൾ. കാരണം വാസ്തവത്തിൽ എനിക്ക് ബൈബിൾ പഠിക്കാനുള്ള ഒരു ദാഹം, ഒരു കൊതി എൻ്റെ ഉള്ളിൽ വന്നത് ഈ വിഷയം പഠിച്ചപ്പോഴാണ്. ഞാനത് അധികമൊന്നും ക്ലാസ് എടുത്തിട്ടില്ല, പഠിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു എൻ്റെ കയ്യിൽ എൻ്റെ നോട്ട്സുകളൊന്നും തയ്യാറാക്കി ഞാനൊരു ക്ലാസ് ഒരിടത്ത് എടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു. കാരണം അതിനുള്ളതായ അവസരങ്ങളൊന്നും പിന്നീട് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടൊരു ക്ലാസ്സായിട്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ടില്ല. പക്ഷേ ഞാൻ ആദ്യമായി പഠിച്ച ഒരു വിഷയം അതാണ്. അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ ബൈബിൾ പഠിക്കാൻ കഴിയും. ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിച്ചാൽ ബൈബിൾ പഠിക്കാനുള്ളൊരു താല്പര്യം നമുക്കുണ്ടാകും. തന്നെയല്ല, ബൈബിൾ പഠിക്കാൻ കഴിയും. അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. 7 പെരുന്നാളുകളാണുള്ളത്. അതിൻ്റെ ക്രമത്തിൽ ഞാനത് പറയാം. ഒന്നാമത്തെ പെരുന്നാൾ പെസഹ പെരുന്നാളാണ്. അത് ആണ്ടിൻ്റെ ആരംഭമായി 1-ാം മാസം 14-ാം തീയതിയാണ് ആചരിക്കുന്നത് പെസഹ പെരുന്നാൾ. രണ്ടാമത്തെ പെരുന്നാൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. അത് ആണ്ടിൻ്റെ ആരംഭമായ 1-ാം മാസം 15-ാം തീയതിയാണ്. പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. നിങ്ങളൊന്ന് എഴുതുക. ഒരല്പസമയം മുന്നോട്ടും കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് പഠിക്കുമ്പോൾ സഹായം, ബൈബിൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് സഹായകമാണത്. 1 പെസഹ പെരുന്നാൾ, 2 പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, 3 ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. അത് നീസാൻ മാസം 16-ാം തീയതിയാണ്. 14-ാം തീയതി പെസഹ പെരുന്നാൾ, 15-ാം തീയതി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, 16-ാം തീയതി ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. ഈ ഇസ്രായേൽ പെരുന്നാൾ ആഘോഷിക്കാനായിട്ട് 3 പ്രാവശ്യമാണ് ദൈവാലയത്തിൽ ചെല്ലുന്നത് എല്ലാവരും. ആണ്ടിൽ 3 പ്രാവശ്യം. ആദ്യത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ ഈ 3 പെരുന്നാളുകളും ഒരേ സമയത്ത് ആഘോഷിച്ചാണ് അവർ പോരുന്നത്. 1 പെസഹ പെരുന്നാൾ, 2 പുളിപ്പില്ലാത്ത പെരുന്നാൾ, 3 ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. 4-ാമത്തെ പെരുന്നാൾ
പെന്തക്കോസ്ത് പെരുന്നാൾ. പെന്തക്കോസ്ത് പെരുന്നാളാണ് 4ാമത്തെ പെരുന്നാൾ. അതിന് വാരോത്സവ പെരുന്നാൾ എന്നൊരു പേര് കൂടെ ഉണ്ട്. ഞാനത് നോട്ട്സ് എഴുതി പഠിപ്പിക്കാൻ തയ്യാറാക്കിയതല്ല കേട്ടോ, അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ കുറിക്കണം. ഞാനത് ഇപ്പം എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. എന്തോ പഴയ ബൈബിൾ ക്ലാസ്സിൽ ആ നോട്ട് തന്നിട്ടുണ്ട്, 48ാമത്തെ ബൈബിൾ ക്ലാസ്സിൽ ഈ നോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും പറഞ്ഞില്ല, എത്രയൊന്നും പോലും എണ്ണം പറഞ്ഞില്ല. നോക്കിയാൽ മതി, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. 1ാമത്തെ പെരുന്നാൾ ഏതാണ്? പെസഹ പെരുന്നാൾ. 2 പുളിപ്പില്ലാത്ത അപ്പത്തിന് പെരുന്നാൾ. 3 ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. 4 പെന്തക്കോസ്ത് പെരുന്നാൾ. 5 കാഹളധ്വനിയുടെ പെരുന്നാൾ. കാഹളധ്വനിയുടെ പെരുന്നാൾ. 6 മഹാപാപ പരിഹാര പെരുന്നാൾ. 7 കൂടാര പെരുന്നാൾ. ഇങ്ങനെ 7 പെരുന്നാളുകളാണ്. ഒന്നുകൂടെ പറയാം. പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ, ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ, പെന്തക്കോസ്ത് പെരുന്നാൾ അല്ലെങ്കിൽ വാരോത്സവ പെരുന്നാൾ, കാഹളധ്വനിയുടെ പെരുന്നാൾ, മഹാപാപ പരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ഇതിൽ മുഴുവൻ പ്രബോധന വിഷയങ്ങളുണ്ട്. പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത് നമുക്കറിയാം, അവരെ മിസ്രൈമിൽ നിന്ന് പെസഹ കുഞ്ഞാടിനെ കൊന്ന് അതിന് രക്തം കട്ടളക്കാൽ 2 കുറുമ്പടിമേലും പുരട്ടി അവർ ആ പെസഹ കുഞ്ഞാടിൻ്റെ മാംസം ചുട്ട് ഭക്ഷിച്ച് അവരുടെ പുറപ്പാടിനെയാണ് എന്ത് കാണിക്കുന്നത്? അവരുടെ വിടുതലിനെയാണ് എന്ത് കാണിക്കുന്നത്? പെസഹ പെരുന്നാൾ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണമാണത്. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. പക്ഷെ നമ്മൾ അല്പം ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചതായ ആ സമയം എന്ന് പറയുന്നത് ഇതേ മാസം 14-ാം തീയതി അവർ പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന അതേ സമയത്താണ് ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത്. പിറ്റേന്ന് നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, മർക്കോസ് സുവിശേഷത്തിലെല്ലാം ഉണ്ട്. പിറ്റേന്ന് ആ ശരീരം അവർ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. അന്ന് ശരീരം ക്രൂശിലിരിക്കുന്നത് പറ്റാത്തത് കൊണ്ടാണത് ഇത് ചെയ്യുന്നത്. അതൊക്കെ നമ്മൾ മർക്കോസ് സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽ ജനം പെസഹ കുഞ്ഞാടിനെ അറുക്കുന്ന അതേ സമയത്താണ് നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു അറുക്കപ്പെടുന്നത്. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ എന്ന് പറയുന്നത് പുളിമാവിനെ മാറ്റിക്കളയുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ മരണത്താൽ പാപമെല്ലാം പരിഹരിക്കപ്പെടുന്നതിനെയാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നാം രക്ഷിക്കപ്പെടുന്ന അവസ്ഥ. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ ലഭിക്കുന്ന രക്ഷ, ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം, പെസഹ പെരുന്നാൾ, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ. അന്ന് പുളിപ്പെല്ലാം നീക്കിക്കളയണം. പഴയ പുളിമാവിനെ നീക്കിക്കളയുക എന്ന് കുരുന്നിലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്. നാം പുളിപ്പില്ലാത്തവരായിപ്പാൻ തക്കവണ്ണം പഴയ പുളിമാവിനെ, എന്നുവെച്ചാൽ പാപമെല്ലാം മാറ്റപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്താൽ നമ്മുടെ പാപങ്ങളെല്ലാം കഴുകപ്പെടുന്നു, മാറ്റപ്പെട്ടു പോകുന്നു. പുളിപ്പില്ലായ്മ, അത് പുളിപ്പില്ലാത്തൊരു അപ്പത്തിൻ്റെ ഇത്. 3-ാമത്തെ പെരുന്നാൾ ഏതാണ്? ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് വിശദീകരിച്ചു കൊള്ളാം. ഇനി വരാൻ പോകുന്ന സംഭവം എന്താണ്? അടുത്ത പെരുന്നാൾ എന്താണ്? 4-ാമത്തെ പെരുന്നാൾ എന്താണ്? പെന്തക്കോസ്ത് പെരുന്നാൾ. പെന്തക്കോസ്ത് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ
പെന്തക്കോസ്ത് എന്ന വാക്കിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നേ ഉള്ളൂ. 50-ാം ദിവസമാണ് എന്ത്? പെൻഡക്കോസ്. ഗ്രീക്ക് പദമാറ്റമാണ്. അതിൻ്റെ അർത്ഥം 50-ാം ദിവസം എന്നാണ്. സീനായിൽ ന്യായപ്രമാണം ലഭിക്കുന്നതിൻ്റെ ഓർമ്മ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ന് എന്ത് നടന്നു? കൃപയുടെ പ്രമാണം ഭൂമിയിലേക്ക് ഇറങ്ങി പരിശുദ്ധാത്മാവിനെ കിട്ടി. പെന്തക്കോസ്ത് പെരുന്നാൾ പരിശുദ്ധാത്മാവിന് പകർന്നതിൻ്റെ ഓർമ്മ. 5-ാമത്തെ പെരുന്നാൾ കാഹളധ്വനിയുടെ പെരുന്നാൾ. അത് എന്തിനെ കാണിക്കുന്നു? കർത്താവിൻ്റെ മധ്യാകാശ വരവിനെ കാണിക്കുന്നു. കർത്താവിന് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അപ്പോൾ കാഹളധ്വനിയുടെ പെരുന്നാൾ ക്രിസ്തുവിന് ഇനി നടക്കാൻ പോകുന്നത്, അതായത് പെസഹ പെരുന്നാൾ കഴിഞ്ഞു, പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ പെരുന്നാൾ കഴിഞ്ഞു, പെന്തക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് എന്താണ്? കാഹളധ്വനിയുടെ പെരുന്നാൾ. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും. വീണ്ടും അടുത്ത പെരുന്നാൾ എന്താണ്? മഹാപാപ പരിഹാര പെരുന്നാൾ. അന്നാണ് യഹൂദൻ കുത്തിയവങ്കിലേക്ക് നോക്കുന്നതും അവരുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം കിട്ടുന്നതും ഒക്കെ. യഹൂദൻ്റെ രക്ഷ, ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പ് എന്നാണ് നടക്കുന്നത്. മഹാപാപം, അവർ ചെയ്ത മഹാപാപത്തിന് പരിഹാരം കിട്ടുന്നു. മഹാപാപ പരിഹാര പെരുന്നാൾ. അത് മഹോദരകാലത്തിൻ്റെ ഒടുവിൽ നടക്കുന്നതായ കാര്യമാണ്. അന്നാളിൽ അവർ കുത്തിയവങ്കിലേക്ക് നോക്കും എന്നൊക്കെ നമ്മൾ കാണുന്നതായ കാര്യങ്ങൾ. വീണ്ടും 7-ാമത്തെ പെരുന്നാൾ കൂടാര പെരുന്നാൾ. ഇതാ മനുഷ്യരോട് ദൈവത്തിൻ്റെ കൂടാരം. അവൻ താൻ അവരുടെ ദൈവവുമായി അവരോട് കൂടെ വസിക്കും. നിത്യസ്വർഗം, നിത്യത. അപ്പോൾ നിത്യത മുതൽ നിത്യത വരെയുള്ളതായ സ്വർഗീയ പദ്ധതികളെല്ലാം ഈ 7 പെരുന്നാളുകളിലുമുണ്ട്. പ്രവചന വിഷയമാണ്. ഇനി ആ ഓരോ പെരുന്നാളുകളെയും കുറിച്ച് പറയുന്നതായ വേദഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ ഒത്തിരി ആത്മീയ മർമ്മങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. അപ്പോസ്തലൻ പറഞ്ഞു, എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരിൽ നിന്ന് ഉയർത്തിരിക്കുന്നു. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. ഇസ്രായേൽ ജനം ആദ്യത്തെ കറ്റ കൊയ്ത് കെട്ടി പുരോഹിതനടുക്കൽ കൊണ്ടുപോയി കൊടുക്കുന്നു. പുരോഹിതൻ അത് ഉയർത്തി നീരാജനം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു സഭയെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ഫലമായി വിളവെല്ലാം കൊയ്യാൻ വിളഞ്ഞു കിടക്കുകയാണ്. അതിൽ നിന്ന് ആദ്യത്തെ കറ്റ കൊയ്തെടുത്ത് പുരോഹിതൻ്റെ കരങ്ങളിൽ ദൈവാലയത്തിൽ കൊണ്ടുപോയി സമർപ്പിക്കുമ്പോൾ, പുരോഹിതൻ അതെടുത്ത് നീരാജനം ചെയ്യുമ്പോൾ അതിന് പിന്നാലെ അനേക കറ്റകൾ കൊയ്ത് കെട്ടിക്കൊണ്ടുവരുന്ന ഒരു കാഴ്ച കാണാൻ കഴിയും. പിന്നെ കൊയ്ത്തിൻ്റെ കാലമാണ്, വലിയൊരു കൊയ്ത്തിൻ്റെ കാലമാണ്. മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി എഴുന്നേറ്റവനായ ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു ആ ആദ്യഫലക്കറ്റയായി പിതാവിൻ്റെ സന്നിധിയിൽ കടന്നു ചെന്നു. പിതാവ് അവനെ ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ആ ആദ്യഫലക്കറ്റയെ പിതാവ് നീരാജനം ചെയ്തു. പിതാവ് അവനെ ഉയർത്തി. ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ മഹാപുരോഹിതൻ ആ ആദ്യഫലക്കറ്റ എടുത്ത് ഉയർത്തി നീരാജനം ചെയ്യുന്നത് പോലെ പിതാവ് അവനെ ഉയർത്തി, ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ അടുക്കലെത്തിയതുപോലെ നാം ഓരോരുത്തരും ദൈവസന്നിധിയെത്തുന്നതായൊരു ദിവസമുണ്ട്. അപ്പോസ്തലൻ പുനരുത്ഥാനത്തെക്കുറിച്ച് പഠിപ്പിച്ച വിശ്വാസികൾക്ക് പ്രത്യാശ നൽകുമ്പോൾ, അല്ലേ വിശ്വാസികളെ,
നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരല്ല. നിങ്ങൾ ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രയെന്ന് പറഞ്ഞ് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി എഴുന്നേറ്റു. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. ഞാനും നിങ്ങളും അവൻ്റെ വരവെങ്കിൽ അവൻ്റെ അടുക്കലേക്ക് പോകുന്നതായൊരു ദിവസമുണ്ട്. അതാണ് മരിച്ചവരിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റമെന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും പ്രത്യാശ കൊണ്ട് നിറയുവാൻ കാരണമായി തീരുന്നത്. എഫേസ്യർക്ക് എഴുതിയ 2-ാം അധ്യായം 6-ാം വാക്യം നമുക്ക് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. ക്രിസ്തു യേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ആത്മീയ സ്വർഗമാണ്, അക്ഷരീയ സ്വർഗമല്ല. ആത്മീയ സ്വർഗത്തിൽ ദൈവം നമ്മെ ഇരുത്തിയിരിക്കുന്നു എന്നാണ്. ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്യുമെന്നല്ല പറഞ്ഞ് ചെയ്തിരിക്കുന്നു. ഒരു വിശ്വാസി, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവനായൊരു വിശ്വാസിയെ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് അവനോട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു അനുഭവമുണ്ട്. പഴയ മനുഷ്യൻ മരിച്ച ഒരു പുതിയ മനുഷ്യനായിത്തീരുന്നതായ ഒരു അനുഭവം. ആ ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ നാം ആത്മാവിൽ സ്വർഗീയ അനുഭവത്തിലാവുന്നു, സ്വർഗത്തിലിരുത്തുന്നു എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൽ നാം ആയിത്തീരുന്നു. ആത്മീയമായി നാം ഓരോരുത്തരും ഇന്ന് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നവരാണ്. നാം ദൈവ സാന്നിധ്യത്തിലാണ് ആയിരിക്കുന്നത്. സ്വർഗത്തിലിരുത്തുകയും ചെയ്തിരിക്കുന്നു. അവൻ ആദ്യഫലമായി എഴുന്നേറ്റു. ഇനി നമ്മെ അവൻ പിതാവിൻ്റെ അടുക്കൽ സ്വർഗത്തിലായതുപോലെ അവൻ്റെ വരവിങ്കൽ നമ്മെ അവൻ്റെ അടുക്കൽ ആക്കുകയും ചെയ്യും. ലേവ്യ പുസ്തകം നമുക്കെടുക്കാം. ലേവ്യ പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാളാണ്. ലേവ്യ പുസ്തകം 23-ാം അധ്യായം 9 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ. പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബത്തിന്റെ പിറ്റേന്നാൾ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം. കറ്റ നീരാജനം ചെയ്യുന്ന ദിവസം നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗമായി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ഒരു ആണാട്ടിൻ കുട്ടിയെ അർപ്പിക്കണം. അതിന്റെ ഭോജനയാഗം എണ്ണ ചേർത്ത് 2 ഇടങ്ങഴി നേരിയ മാവായിരിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായുള്ള ദഹനയാഗം മതി. അതിന്റെ പാനീയയാഗം 1 നാഴി വീഞ്ഞായിരിക്കണം. ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാളിനെ കുറിച്ച് എങ്ങനെയായിരിക്കണം, എങ്ങനെ ആചരിക്കണം എന്നതിനെക്കുറിച്ച് ന്യായപ്രമാണം നൽകുന്ന ആലോചനയാണ് നാം വായിച്ച് കേട്ടത്. ആദ്യഫലമായി മരിച്ചവരിൽ നിന്ന് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. പിതാവ് അവനെ ഉയർത്തി എല്ലാ നാമത്തിനും മേലായ നാമം നൽകി. 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 തെസ്സലോനിക്കർ 4:14. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. നിദ്ര കൊണ്ടവരെയും യേശു ക്രിസ്തു ആദ്യഫലം കൊയ്ത് കെട്ടി ആദ്യഫലക്കറ്റ സമർപ്പിപ്പെട്ടുവെങ്കിൽ അതിന് പുറകെ വലിയ ഒരു കൊയ്ത്ത് നടക്കുന്നുണ്ട്. വലിയ ഒരു കൊയ്ത്ത്. അനേക കറ്റകൾ കൊയ്ത് കെട്ടുന്നതായ ദിവസമുണ്ട്.
വിത്ത് ചുമന്ന് കരഞ്ഞും കൊണ്ട് നടക്കുന്നു, കത്ത് ചുമന്ന് ആർത്തും കൊണ്ടുവരുന്ന ഒരു ദിവസമുണ്ട് എന്ന്. ഇന്ന് വിത്ത് ചുമന്ന് കരഞ്ഞും കൊണ്ട് നടന്നാൽ കത്തകൾ കെട്ടിച്ചുമന്നുകൊണ്ട് ആർപ്പുവിളികളോടുകൂടെ സന്തോഷത്തോടുകൂടെ നാം പറന്നു പോകുന്നതായ ദിവസമുണ്ട്. അത് കാഹളധ്വനിയുടെ പെരുന്നാൾ ദിവസമാണ്. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ ആകാശങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ നാം എല്ലാവരും അവനോടുകൂടെ ആയിരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവനെന്ന് പറഞ്ഞ് മരണരംഗങ്ങളിൽ വേർപാടിന് ദുഃഖം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ തക്കവണ്ണം അപ്പോസ്തലൻ ഈ സത്യം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ആദ്യ ഫലക്കറ്റയുടെ പെരുന്നാൾ, അവൻ മരിച്ചവരിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനാണ് ആദ്യ ഫലം. നാം ആത്മീയമായി ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇതിലെ ആദ്യ ഫലങ്ങൾ ഉണ്ടാകണ്ടേ? നമ്മുടെ ജീവിതത്തിലെ ആദ്യ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ നാം ആദ്യമായി നേടുന്ന ആത്മാവ്, നാം മാനസാന്തരത്തിലേക്ക് നടത്തുന്ന ആദ്യത്തെ ആത്മാവ്. അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഓരോ സ്ഥലത്തും ആദ്യ ഫലങ്ങളുണ്ട്, ഓരോ സ്ഥലങ്ങളിലും ആദ്യ ഫലങ്ങളുണ്ട്. ആദ്യം മാനസാന്തരത്തിലേക്ക് വന്നതായ വ്യക്തി, 1 കൊരിന്ത്യർ ലേഖനം 16-ാം അധ്യായത്തിൽ, ഒടുവിലത്തെ അധ്യായത്തിൽ പുസ്തകം പറയുന്നുണ്ട്. അതിൻ്റെ 15-ാം വാക്യം നാം വായിക്കുമ്പോൾ സ്തെഫാനാസിൻ്റെ കുടുംബം ആഖായിയിലെ ആദ്യ ഫലം എന്ന് പറഞ്ഞാൽ കൊരിന്ത് സഭയിൽ ആദ്യമായി മാനസാന്തരപ്പെട്ടതായ വ്യക്തി, ആദ്യ ഫലം, സുവിശേഷം കടന്നു ചെന്നു, ആദ്യം ആദ്യത്തെ വിളവെടുപ്പ്, ആദ്യത്തെ ആത്മാവ് എന്ന് വായിക്കാം. സഹോദരന്മാരെ, സ്തെഫനോസിന്റെ കുടുംബം അഖായയിലെ ആദ്യ ഫലമെന്നും അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തെഫാനാസിന്റെ കുടുംബം അഖായയിലെ ആദ്യ ഫലം. വീണ്ടും പുസ്തകം നിർത്തുന്നില്ല. അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ഇങ്ങനെയുള്ളവർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഏവനും നിങ്ങളും കീഴ്പ്പെട്ടിരിക്കണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സ്തെഫനാസും ഫെർത്തുനാത്തോസും അഖായിക്കോസും വന്നത് എനിക്ക് സന്തോഷമായി. നിങ്ങളുടെ ഭാഗത്ത് കുറവായിരുന്നത് അവർ നികത്തിയിരിക്കുന്നു. അവർ എൻ്റെ മനസ്സും നിങ്ങളുടെ മനസ്സും തണുപ്പിച്ചുവല്ലോ. ഇങ്ങനെയുള്ളവരെ മാനിച്ചു കൊള്ളുകയും. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ദേശത്ത് നമുക്ക് മാനസാന്തരപ്പെടാനൊരവസരം കിട്ടി. അതിന് മുഖാന്തരമായി തീർന്നത് ഒരു പക്ഷേ നമ്മുടെ ദേശത്ത് നമ്മൾ മാനസാന്തരപ്പെടുന്നതിന് മുൻപ് മാനസാന്തരപ്പെട്ട ചില ആളുകളായിരിക്കാം. നമ്മളവരെപ്പോഴും മാനിക്കണം. അത് ആത്മീയത്തിൻ്റെ ഒരു ഉപദേശമാണ്. ഉപദേശം എന്ന് പറയാൻ പറ്റുമോ? ഒരു ദൈവവേദിൽ ഉണ്ടാകേണ്ടതായ ഒരു ഗുണമാണത്. എപ്പോഴും സീനിയറായിട്ടുള്ളവരുടെ ഒരു ബഹുമാനം ഉണ്ടാകണം. ഒരിക്കലും അവരെ കടത്തി വെട്ടി നമ്മളങ്ങ് പോകുന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. ഈ സീനിയറാണെന്ന് പറഞ്ഞ് തലക്കനത്തോടെ ഇരിക്കുന്നവരല്ല. ഈ അഖായയിലെ ആദ്യഫലം അവർ വിശുദ്ധന്മാരുടെ ശുശ്രൂഷയ്ക്ക് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. ദൈവമക്കളെ മാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് അവർ. അവരെ മാനിക്കണമെന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അവരെ മാനിച്ചു കൊള്ളുവിൻ, നിങ്ങളവർക്ക് കീഴ്പ്പെട്ടിരിക്കണം. ഒരു മാനം അവർക്കുണ്ടാകണം.
നമ്മളെപ്പോഴും അവരെ ബഹുമാനിക്കണം, ആദ്യ ഫലത്തെ ആദരിക്കണം. ആദ്യ ഫലം. ഒരു ദേശത്ത് ആദ്യമായി മാനസാന്തരത്തിലേക്ക് വന്നതായൊരു വ്യക്തി, എന്നാൽ അവർക്കൊരു മാനം കൊടുക്കണം. ഇവിടെ സ്തെഫാനസിൻ്റെ കുടുംബം അഖായയിലെ ആദ്യ ഫലം, ആദ്യം മാനസാന്തരപ്പെട്ടു. അതുകൂടെ അവിടെ തീർന്നില്ല. പിന്നീടും അനേകർ, എത്രയോ ആളുകൾ, എത്രയോ ആത്മാക്കൾ അവിടെ മാനസാന്തരപ്പെട്ടു. കൊരിന്ത് സഭ വളർന്നു, ഏറ്റവും വളർന്നു. അതുപോലെ തന്നെ ഞാനിത് പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മളൊന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. ഞാൻ മാനസാന്തരപ്പെടുത്തിയ ആദ്യത്തെ വ്യക്തി, ആദ്യ ഫലം. അത് മാത്രം നിൽക്കുകയല്ല, നമ്മളന്ന് കർത്താവിൻ്റെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കൊയ്ത് കെട്ടിയതായ കറ്റകളെല്ലാം കൊണ്ടുപോയി ആ മെതിക്കളം എന്ന് പറയും. മധ്യാകാശത്തെ ആ മഹൽ സമ്മേളനം എന്ന് പറയുന്നത് രൂത്തിൻ്റെ പുസ്തകത്തിൽ കാണുന്ന മെതിക്കളമാണ്. രൂത്ത് വയലിലായിരിക്കുന്നതായി രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. വയലിലായിരിക്കുന്നതായി രൂത്ത്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ രൂത്ത് മെതിക്കളത്തിലാണ്. മെതിക്കളത്തിൽ ഇന്ന് കർത്താവിൻ്റെ വയലിൽ വേല ചെയ്യുന്നതായ നാം മെതിക്കളത്തിലെത്തുന്നൊരു ദിവസമുണ്ട്. ഈ കറ്റകളെല്ലാം കൊയ്ത് കെട്ടി മെതിക്കളത്തിൽ കൊണ്ടു ചെല്ലും. അവിടെയാണ് നമുക്ക് പ്രതിഫലം കിട്ടുന്നത്. ഇതാ ഞാനും നീ എനിക്ക് തന്ന മക്കളും എന്ന് പറഞ്ഞ് കുറേ കറ്റകൾ അങ്ങ് കൊടുക്കാൻ ചിലരുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അവിടെ കൊയ്ത് മെതിക്കാനൊന്നും ഉണ്ടാവില്ല, അവരങ്ങ് ചെല്ലും. പക്ഷേ കറ്റകളെ കൊയ്ത് കെട്ടിക്കൊണ്ട് പോകണം. നാം ഇന്ന് ആത്മാക്കളെ നേടണം. ഇപ്പോൾ പിടിച്ചതേലത് കൊണ്ടുപോയി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാകണം. ആദ്യ ഫലക്കറ്റ എന്ന് പറഞ്ഞ് ഇപ്പോൾ പിടിച്ചതായ ചിലത് കൊണ്ടുപോയി കൊടുക്കുവാൻ നമ്മുടെ കൈകളുണ്ടാകണം. അനേക കറ്റകളെ കൊയ്ത് കെട്ടിക്കൊണ്ട്, ഇത് കൊയ്ത്ത് കാലമാണ്. കൊയ്ത്തിൻ്റെ ആരംഭം കുറിച്ചത് പെന്തക്കോസ്തിലാണ്, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ. പെന്തക്കോസ്തിൽ കൊയ്ത്തിൻ്റെ ആരംഭം കുറിച്ചു. ദൈവത്തിന് സ്തോത്രം. കറ്റകൾ കൊയ്ത് കെട്ടിക്കൊണ്ട് നമ്മൾ കടന്നു പോകുന്നതായ ദിവസം ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. കറ്റകളെ കൊയ്ത് കെട്ടിക്കൊണ്ടു പോകുവാൻ, അനേക ആത്മാക്കളെ നേടിക്കൊണ്ടു പോകുവാൻ നമുക്ക് കഴിയണം. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് സന്നിധി അർപ്പിക്കാൻ തക്കവണ്ണം നമുക്ക് ചിലതെല്ലാം കൊയ്ത് കെട്ടിക്കൊണ്ടുപോകുവാൻ സാധിക്കണം. ഈ കൊയ്ത്ത് കാലത്ത് ഉത്സാഹത്തോടെ നിൽക്കണം. ആദ്യഫലക്കറ്റയുടെ പെരുന്നാൾ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. മരിച്ചവരുടെ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനാണ് ക്രിസ്തു. രണ്ടാമത്തെ കാര്യം, ഒന്ന്, ക്രിസ്തു സഭയുടെ തലയാണ്. 2, ക്രിസ്തു സഭയെ സംബന്ധിച്ചിടത്തോളം ആദ്യഫലക്കറ്റയാണ്. നമ്മൾ അനേക കറ്റകൾ ആ ആദ്യഫലക്കറ്റ കൊയ്ത്ത് തീർന്നില്ല. പിന്നീടാണ് വയലിലേക്ക് വേലക്കാരിറങ്ങുന്നത്. കൂട്ടത്തോടെ കൊയ്ത്തിനായി വിളഞ്ഞു കിടക്കുന്നതായ വയലിലേക്ക് വേലക്കാരെ ഇറങ്ങുന്നത് പിന്നീടാണ്. ആദ്യഫലക്കറ്റ കൊയ്ത് കെട്ടിയെടുത്തതിന് ശേഷം പിന്നീട് വലിയൊരു കൊയ്ത്താണ്. വേലക്കാർ കൊയ്യാൻ പാകമായി കിടക്കുന്ന വയലേലകളിലേക്ക് കൂട്ടത്തോടെ ഇറങ്ങി അനേകം കറ്റകളെ കൊയ്ത് കെട്ടി മെതിക്കളത്തിൽ എത്തിക്കുകയാണ്. നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ അവൻ്റെ സന്നിധിയിൽ കൊയ്ത് കെട്ടിക്കൊണ്ടു ചെല്ലാൻ തക്കവണ്ണം അനേകം കറ്റകളെ കൊയ്ത് കെട്ടുന്നതായ സമയമാണിത്. നമ്മൾ കൊയ്ത് കെട്ടിക്കൊണ്ട് ചെല്ലുന്ന കറ്റകൾക്കൊത്തവണ്ണമാണ് മെതിക്കളത്തിൽ പതമ്പ് കിട്ടുന്നത്, അളർന്ന പ്രതിഫലം കിട്ടുന്നത്, കൂലി കിട്ടുന്നത്. അവൻ കൂലി തരണമെങ്കിൽ നാം ഇന്ന് അധികം കൊയ്ത് കെട്ടണം. കറ്റകളെല്ലാം മെതിക്കളത്തിലെത്തുന്ന ഒരു സമയമുണ്ട്, ഒരു നാളുണ്ട്. ഇത് കൊയ്ത്തുകാലമാണ്. ഉത്സാഹത്തോടെ കർത്താവിന് വേല ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അവൻ മരിച്ചവരിൽ നിന്ന്
ആദ്യനായി എഴുന്നേറ്റമാണ്. മൂന്നാമത്തെ കാര്യം കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം, മൂന്നാമത്തെ കാര്യം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാനും പിതാവിന് പ്രസാദം തോന്നി. അവനെ കൊണ്ട് തന്നോട് നിരപ്പിക്കുവാൻ പിതാവിന് പ്രസാദം തോന്നി. നിരപ്പിക്കുന്നവനാണ് ക്രിസ്തു. നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നവനാണ് ക്രിസ്തു. റീകൺസൈൽ ചെയ്യുന്നവൻ, ദൈവത്തോട് നിരപ്പിക്കുന്നവൻ. ആരോടാ നിരപ്പിക്കുന്നത്? ദൈവത്തോടാണ് നമ്മെ നിരപ്പിക്കുന്നത്. ദൈവത്തോടാണ് നിരപ്പിക്കുന്നത്. എവിടെ നിന്നൊക്കെയാണ് നിരപ്പിച്ചത്? 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ എവിടെ നിന്നൊക്കെയാണ് നിരപ്പിച്ചത്? വായിക്കാം. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവനിപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. എവിടെ നിന്നൊക്കെയാണ് അവൻ നമ്മെ നിരപ്പിച്ചത്? ദുഷ്പ്രവൃത്തിക്കാരും മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു നമ്മെ. ദുഷ്പ്രവൃത്തിക്കാരും മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു നമ്മെ. അവൻ ദൈവത്തോട് നിരപ്പിച്ചു. ദൈവത്തോട് അവൻ നിരപ്പിച്ചു. നാം നല്ലവരായിരുന്നിട്ടല്ല, ദുഷ്പ്രവൃത്തിക്കാരായിരുന്നു, മനസ്സുകൊണ്ട് അകന്നവരായിരുന്നു, ശത്രുക്കളായിരുന്നു. ദൈവസന്നിധിയിൽ നിൽക്കുവാൻ യാതൊരു യോഗ്യതയുമുള്ളവരായിരുന്നില്ല നാം. എന്നാൽ നമ്മെ യോഗ്യതയുള്ളവരാക്കി മാറ്റി അവൻ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. തൻ്റെ മനുഷ്യ ശരീരത്തിൽ ക്രൂശിൽ സംഭവിച്ചതായ മരണം മൂലമാണ് ക്രിസ്തു അത് സാധിപ്പിച്ചെടുത്തത്, നമ്മെ ദൈവത്തോട് നിരപ്പിച്ചത്. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ നമുക്കൊന്ന് വായിക്കാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ളതായ വാക്യങ്ങൾ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു. ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. നമ്മെ നിരപ്പിച്ചു. എന്നിട്ട് മറ്റുള്ളവരെ നിരപ്പിക്കാനുള്ള നിരപ്പിന്റെ ശുശ്രൂഷ അവൻ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. മറ്റുള്ളവരെ ക്രിസ്തുവിനോട് നിരപ്പിക്കുന്ന നിരപ്പിൻ്റെ വചനം അവൻ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. നമ്മൾ മറ്റുള്ളവരെ നിരപ്പിക്കണം, ദൈവത്തോട് നിരപ്പിക്കുന്നവരാകണം. എഫേസ്യർ 2:16. എഫേസ്യർ 2:16. ക്രൂശന്മേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ. റോമർ 5:10-11 വാക്യങ്ങൾ. റോമർ 5:10-11 വാക്യങ്ങൾ. ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നുവെങ്കിൽ നിരന്ന ശേഷം നാം അവന്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും. നമ്മെ നിരപ്പിച്ചു. ശത്രുക്കളായിരുന്ന നമ്മെ അവൻ ദൈവത്തോട് നിരപ്പിച്ചു. അവൻ നിരപ്പിച്ച് എല്ലാവർക്കും നിരപ്പിൻ്റെ ശുശ്രൂഷ അവൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. നീ ഉറപ്പുണ്ടോ?
അവൻ ക്രൂശിൽ സഹിച്ച അവൻ്റെ ശരീരമരണത്താൽ, അവൻ്റെ കഷ്ടാനുഭവങ്ങളാൽ, അവൻ്റെ ക്രൂശ് മരണത്താൽ അവൻ എന്നെ എൻ്റെ ദൈവത്തോട് നിരപ്പിച്ചു. എൻ്റെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ കടന്നു ചെല്ലാൻ തക്കവണ്ണം പുത്രത്വത്തിൻ്റെ ആത്മാവിനെ തന്നു. അപ്പ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കാൻ തക്കവണ്ണം അവൻ പ്രാഗൽഭ്യം തന്നു, മക്കളാക്കി തീർത്തു. കാൺമീൻ, നാം ദൈവമക്കളായി തീരുവാൻ തക്കവണ്ണം പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹത്തെ തന്നിരിക്കുന്നു. അവൻ നിരപ്പിച്ചെന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മെ എന്തേൽപ്പിച്ചിട്ടുണ്ട്? നിരപ്പിൻ്റെ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ ദൈവത്തോട് നിരപ്പിക്കുവാനുള്ള നിരപ്പിൻ്റെ വചനം, സുവിശേഷം അവൻ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. നാം കർത്താവിൻ്റെ വേലയിൽ ഏറ്റവും ഉത്സാഹമുള്ളവരായി നിൽക്കണം. നാം ചിന്തിച്ചത് ഈ ക്രിസ്തു സഭയ്ക്ക് ആരാണ് എന്നുള്ളതാണ്. എന്നിട്ട് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ക്രിസ്തു സഭയ്ക്ക് ആരാണ്? ഒന്ന്, സഭ എന്ന ശരീരത്തിൻ്റെ തലയാണ്. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ 3 വിധ ശരീരത്തെക്കുറിച്ച് നാം ചിന്തിച്ചു. ഏതെല്ലാമാണ്? ഒന്ന്, ആളത്ത ശരീരം, ബേത്ലഹേം മുതൽ കാൽവറി വരെയുള്ള ക്രിസ്തുവിൻ്റെ ശരീരം. 2, അടയാള ശരീരം, വിശുദ്ധ കുർബാന, അപ്പം. 3, മാർമിക ശരീരം, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. സഭ എന്ന ശരീരത്തിൻ്റെ തലയാണ് ക്രിസ്തു. മുഴുവൻ നിയന്ത്രണവും ക്രിസ്തുവായിരിക്കണം. ക്രിസ്തു കേന്ദ്രീകൃതമായിരിക്കണം സഭ. അത് ഒരു സിംഹാസനത്തെ കേന്ദ്രീകരിച്ചുള്ളതാകരുത്, ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ളതാകരുത്, ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ കൂട്ടായ്മയോ കേന്ദ്രീകരിച്ചുള്ളതാകരുത്. ക്രൈസ്തവ സഭ ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചുള്ളതായിരിക്കണം. തല ക്രിസ്തുവാണ്. 2, മരിച്ചവരിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവൻ. 3, നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്നവൻ. ഈ ക്രിസ്തുവുമായിട്ടാണ് നമുക്ക് ബന്ധമുള്ളത്. നമ്മുടെ ജീവിതത്തെ ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കണം. ഒരു പുതിയ തീരുമാനത്തോട് നിൽക്കുവാൻ അവൻ നമ്മെ നിരപ്പിച്ചുവെങ്കിൽ, അവൻ തലയാണെങ്കിൽ നാം ചലിക്കുന്നത് അവൻ്റെ നിയന്ത്രണത്തിലായിരിക്കണം. അവൻ ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ എന്നെ അവനിരിക്കുന്നിടത്തേക്ക് കൊണ്ടുപോകും. അവൻ എവിടെ എത്തിയോ അവിടെ ഞാനും ചെല്ലും. ആദ്യഫലക്കറ്റ കൊയ്ത് കെട്ടിക്കൊണ്ടുവന്നാൽ മറ്റ് കറ്റകളും ഈ ആദ്യഫലക്കറ്റ കൊണ്ടുവന്ന് ആക്കി വെച്ചിരിക്കുന്നിടത്ത് തന്നെ എത്തും, മെതിക്കളത്തിലെത്തും. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മെ എവിടെ എത്തിക്കും? 3, അവൻ നമ്മെ ദൈവത്തോട് നിരപ്പിച്ചു. നിരപ്പിൻ്റെ ശുശ്രൂഷ അവൻ നമുക്ക് തന്നിരിക്കുന്നു. ഏതാണ്ട് 1.5 മണിക്കൂർ നമ്മൾ ഈ വിഷയം ചിന്തിച്ചു. എല്ലാം ഒന്നും മനസ്സിലായില്ലെങ്കിലും നമ്മുടെ ഉള്ളത്തിൽ ഇത് പതിയണം. 1, എൻ്റെ യേശു എൻ്റെ തലയാണ്, എന്നെ നിയന്ത്രിക്കുന്ന എൻ്റെ യേശുവാണ്. ഞാൻ മുഴുവനായ എൻ്റെ ജീവിതം എൻ്റെ കർത്താവിൻ്റെ നിയന്ത്രണത്തിലാകണം. മറ്റൊന്നും മനസ്സിലായില്ലെങ്കിലും പഠിച്ചില്ലെങ്കിലും പഠിക്കുന്നത് നല്ലത്. കർത്താവിന് വേല ചെയ്യുന്നവർക്ക് പ്രയോജനമാണ്. അങ്ങനെ ഒന്നുമല്ലെങ്കിലും ഇന്നു മുതലുള്ള എൻ്റെ ജീവിതം മുഴുവനായും എൻ്റെ യേശുവിൻ്റെ നിയന്ത്രണത്തിൽ ഞാനിത് ഏൽപ്പിക്കുന്നു എന്നുള്ള ഒരു തീരുമാനം നമുക്കുണ്ടാകണം. 2, നമ്മുടെ പ്രത്യാശയാണ്. അവൻ ആദ്യഫലക്കറ്റയായി അവിടെ എത്തിയെങ്കിൽ ആ കൊയ്തെടുത്ത കറ്റ എവിടെ കൊണ്ടുവന്ന് വെച്ചുവോ അവിടെ എന്നെയും കൊയ്ത് കെട്ടിക്കൊണ്ടുവന്ന് വെക്കുന്ന ഒരു ദിവസമുണ്ട്, പ്രത്യാശ. 3, അവൻ എന്നെ എൻ്റെ ദൈവത്തോട് നിരപ്പിച്ചു.
നിരപ്പിൻ്റെ ശുശ്രൂഷ എന്നെ അവൻ ഫലമേൽപ്പിച്ചു. നിരപ്പിൻ്റെ വചനം അവൻ എനിക്ക് തന്നു. ഞാൻ അനേക ദൈവത്തോട് നിരപ്പിക്കുന്നവരായി നിൽക്കണം. ദൈവങ്ങളിൽ സമർപ്പിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രേരണ തോന്നുന്ന ആർക്കെങ്കിലും ഒരാൾക്കൊന്ന് പ്രാർത്ഥിച്ച് ക്ലാസ് അവസാനിപ്പിക്കാം.